ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഇതുപോലെ ഒരു അടിപൊളി വഴുതനങ്ങ കൊണ്ട് ഒരു ബജി എങ്ങനെ ഉണ്ടാക്കാന്നാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ കാഴ്ചകളിലോട്ട് പോകാം. നമ്മുടെയൊക്കെ വീടുകളിൽ വഴുതന ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലാത്ത പക്ഷം ഷോപ്പുകളിൽ പോയി മേടിക്കാൻ കിട്ടും. എങ്ങനെ വേണോ നിങ്ങൾക്ക് വഴുതനങ്ങ എടുക്കാവുന്നതാണ്. എൻ്റെ വീട്ടിൽ ഇവിടെ വഴുതനങ്ങ ഉണ്ട്, അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത്. ഞാൻ ഈ കാണുന്ന ഒരു വഴുതനത്തിൽ നിന്നാണ് ഞാനിന്ന് ബജി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി ബജി ഉണ്ടാക്കുന്ന കാഴ്ചകളിലോട്ട് പോകാം. അങ്ങനെ കുക്കിങ്ങിന് വേണ്ടിയുള്ള അടുപ്പെല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് വഴുതനങ്ങ ബജി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. വഴുതന ബജി ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വഴുതനങ്ങ, അതുപോലെ തന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്, കായപ്പൊടി, പിന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആട്ടമാവിലാണ് കേട്ടോ. അതുപോലെ തന്നെ വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് മസാല, അതുപോലെ തന്നെ മുളക് പൊടി. നമ്മളിവിടെ എടുക്കുന്ന ഓരോ ഐറ്റംസിന്റെ അളവെന്ന് പറയുന്നത് ആ ഒരു വഴുതനത്തിന് വേണ്ടി ആവശ്യമുള്ളതാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയുള്ള ആട്ടമാവ് നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന വഴുതനത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഇടുന്നത് പോലെ നിങ്ങൾ ക്വാണ്ടിറ്റി ഇടാൻ വേണ്ടി. അതായത് ഉപ്പ് നമ്മൾ ഇത്രയും ഇട്ടെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന വഴുതനത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അടുത്തതായി നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ. അത് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. നമ്മൾ ഒരു വഴുതനത്തിന് കണക്കാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് കായപ്പൊടിയാണ്. അടുത്തതായി നമുക്ക് വേണ്ടത് മസാല ആണ് കേട്ടോ. അത് ഞാനിപ്പോൾ ഒരു വഴുതന എടുത്തുകൊണ്ടാണ് ഇത്ര ഇട്ടിരിക്കുന്നത്. അവസാനമായിട്ട് നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അത് നമുക്ക് കളറിന് അതുപോലെ തന്നെ എരിവിനും കണക്കാക്കി നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ വഴുതന ബജിക്ക് ആവശ്യമായ എല്ലാ മസാലകളും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിനെ നമുക്കൊന്ന് പരുവപ്പെടുത്തി എടുക്കണം. അതെങ്ങനെയാണെന്ന് കേട്ടാ, നിങ്ങൾ എടുത്തിരിക്കുന്ന മാവിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതേ കാണുന്നത് പോലെ ഒന്ന് പരുവപ്പെടുത്തി എടുക്കണം കേട്ടോ. ഇനിയാണ് നമ്മുടെ പ്രധാന ഐറ്റമായ നമ്മുടെ വഴുതന നമുക്ക് കട്ട് ചെയ്യാനുള്ള സമയം. അതായത് ചിലർ കട്ട് ചെയ്യുമ്പോൾ വട്ടത്തിൽ കട്ട് ചെയ്യും, ചിലർ കട്ട് ചെയ്യുമ്പോൾ നീളത്തിൽ കട്ട് ചെയ്യും. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത നീളത്തിലാണ്, ഇതേപോലെ ചെറിയ ഒരു രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമ്മളിൽ ഉണ്ടായിരുന്ന ഒരു വഴുതനത്തിനെ നമ്മൾ ഇങ്ങനെ കാണുന്ന രീതിയിൽ കുറച്ച് പീസായിട്ട് നമ്മൾ നീളത്തിൽ കട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ഭംഗിയല്ല. അപ്പൊ നിങ്ങൾ ഇവിടെ കട്ട് ചെയ്തല്ലോ, ഇനി നമുക്ക് നേരെ പരിപാടി തുടങ്ങിയാലോ. അങ്ങനെ ഗ്യാസ് സ്റ്റവ് കത്തിച്ച് അതിലൂടെ ചീനിച്ചട്ടി വെച്ച് ആവശ്യത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എണ്ണ എടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം എണ്ണയിൽ മുങ്ങി കിടക്കണമെന്നാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ എണ്ണ കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ നേരത്തെ ഒഴിച്ച വെളിച്ചെണ്ണ നല്ല രീതിയിൽ തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ വഴുതനം ആ മാവിലോട്ടൊന്ന് മുക്കി നല്ല രീതിയിലൊന്ന് മാവൊന്ന് പുരട്ടി എടുക്കണം കേട്ടോ വഴുതനത്തിൽ. ഇനി നമുക്ക് ആ തിളച്ചു മറയുന്ന എണ്ണയിലോട്ട് നമുക്ക് ഓരോന്നും ഇതേപോലെ ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക, എണ്ണയാണ്, കൈ പൊള്ളാൻ സാധ്യത കൂടുതലാണ്, നോക്കി ചെയ്യുക. അപ്പൊ നമ്മൾ ഓരോന്നും നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ. ഇടയ്ക്കൊന്ന് തീ കുറച്ച് കൊടുത്ത് അല്പസമയം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. അങ്ങനെ ഒരു സൈഡ് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറച്ചിട്ട് കൊടുത്ത് അപ്പുറ സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതന ബജി രണ്ട് സൈഡും നല്ല രീതിയിൽ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തീ ഒന്ന് അല്പം കുറച്ചതിന് ശേഷം വേണം മാറ്റിയെടുക്കുക. ഇല്ലാത്ത പക്ഷേ നിങ്ങൾ ഒന്നെടുക്കുമ്പോൾ ഒന്ന് അതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തീ ഒന്ന് അല്പം കുറച്ച് കൊടുത്തതിന് ശേഷം വേണം ഇതേപോലെ എടുത്ത് മാറ്റുവാൻ. അങ്ങനെ നമ്മൾ ഒരു സ്റ്റെപ്പ് ഇട്ടാണ് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി കേട്ടോ. പിന്നെ നമുക്ക് അടുത്തുള്ളതിനും കൂടെ നമുക്ക് ഒന്നിട്ട് കുക്ക് ചെയ്യാം. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ വഴുതന ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളിവിടെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഒരു വഴുതന ഇരിപ്പുണ്ടെങ്കിൽ, വീട്ടിലുള്ളതായിക്കോട്ടെ ഷോപ്പിൽ നിന്ന് മേടിച്ചതായിക്കോട്ടെ, വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതേപോലെ കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. എന്തുകൊണ്ടും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കണം ഈ വഴുതന ബജി എന്ന് പറയുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു വഴുതനം കൊണ്ടാണ് കേട്ടോ ഈ കാണുന്നത് പോലെ നമ്മൾ ഇത്രയും ബജി ഉണ്ടാക്കിയത്. അപ്പൊ എന്തുകൊണ്ടും വഴുതനത്തിന്റെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് ഒരുപാട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കി എൻ്റെ വീട്ടിലുള്ള അമ്മാമ്മയ്ക്ക് തന്നെ ഒന്ന് കൊടുത്തു നോക്കി. അങ്ങനെ അമ്മാമ്മ എടുക്കുകയാണ്. എന്തുകൊണ്ടും അമ്മാമ്മയ്ക്ക് ഇഷ്ടപ്പെടും, ചൂടായത് കാരണമാണ് കേട്ടോ. എന്തുകൊണ്ടും ഇതൊക്കെ ചൂടോടെ കഴിക്കാൻ എന്തുകൊണ്ടും സൂപ്പറാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് ഈ വഴുതന ബജി എന്ന് പറയുന്നത്. അത് പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് ഈ ചൂടോടെ കിട്ടുന്ന പലഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, കുറ്റമായിക്കോട്ടെ, കുറവായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ കമന്റായിട്ട് അറിയിക്കുക. എന്തുകൊണ്ടും നമ്മളെല്ലാ കമന്റിനും റിപ്ലൈ തരുന്നതാണ്. ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് അടുത്ത് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.